ഇരിങ്ങാലക്കുടയിൽ വിവാഹ സൽക്കാര വേദിക്ക് മുന്നിൽ വരനെതിരെ വിസ തട്ടിപ്പ് ആരോപിച്ച പ്രതിഷേധം. വിസ തട്ടിപ്പിനിരയായ ഏതാനും പേരാണ് വിവാഹവേദിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ഇരിങ്ങാലക്കുട സിന്ധു കൺവെൻഷൻ സെന്ററിൽ ഞായറാഴ്ച നടന്ന വിവാഹ സൽക്കാര ചടങ്ങിനിടയിലാണ് വേദിക്ക് പുറത്ത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ആളൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് ജെറിൻ ഡേവിസിന്റെ വിവാഹ സൽക്കാര ചടങ്ങാണ് കൺവെൻഷൻ സെന്ററിൽ നടന്നത്. ഇതിനിടയിലാണ് സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിസ തട്ടിപ്പ് ആരോപിച്ചുള്ള ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ യുവാവ് പലരിൽ നിന്നായി തട്ടിയെടുത്തതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇയാൾക്ക് ജാമ്യം ലഭിച്ചതായി പറയുന്നു. ഇതിനിടയിലാണ് ആഡംബരമായി വിവാഹം നടത്തിയത്. വിസ തട്ടിപ്പിലൂടെ വാങ്ങിയ പണം തിരികെ നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അപ്പൊ നമുക്ക് തരാനുള്ള പൈസ അവർക്ക് തന്നൂടെ? ഇത്ര ആർഭാടായിട്ട് കുറെ പൈസ ചെലവാക്കി 20 ലക്ഷം അത്രയൊക്കെ ചെലവാക്കി ഇവര് പൈസ കല്യാണം നടത്തുന്നുണ്ട്. അപ്പൊ ചെറിയെന്ന് പറഞ്ഞ ചെറുത്തിന് തരാനുള്ള ഒരു പൈസ കൊടുത്തെങ്കിൽ എത്ര കാര്യം ഉണ്ടായിരുന്നേനെ? അനാവശ്യമായിട്ട് ഇവിടെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോരം പേരെ കണ്ണീര് ഇവിടെ വീടിനെന്ന് അറിയോ? എത്ര അമ്മമാരും മക്കളുടെയൊക്കെ പുറമെ പോകാനുള്ള മക്കള് 3 വർഷം 4 വർഷം 5 വർഷമൊക്കെ ആയി ഒരു പൈസ കൊടുത്തിട്ടുണ്ട്. കോടികളുടെ തട്ടിപ്പ് നടത്തണം. എന്നിട്ട് ഇവന് ഒരു പേടിയില്ലാണ്ട് ഇത്ര ഗംഭീരമായിട്ട് കല്യാണം നടത്താം. ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. ആരും പോലീസുകാർ വരെ ഇതിനിപ്പോ നമ്മൾ ഇത്രയും പ്രാവശ്യം പറഞ്ഞു. അവര് വരെ നമുക്ക് നമ്മുടെ അടുത്ത് അനാവസ്ഥ കാണിക്കുന്നത്. നിയമപാലകർ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിയമം കിട്ടും? നമ്മുടെ നാട്ടിൽ നമ്മൾ നിയമത്തിന് എവിടെ പോകും? അതാണ് ഇപ്പൊ അവസ്ഥ മനുഷ്യന്റെ. ഞങ്ങളുടെ ആധാരം വരെ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്തത്. എന്നിട്ട് പോലും ഇവർക്ക് ഇതിനൊരു ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയും? ഇതിനൊക്കെ ഇത്ര കോടികൾ ഇവരിവിടെ ചെലവാക്കി കല്യാണം നടത്തുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു ശതമാനം നമുക്ക് തന്നാൽ നമ്മുടെ പലിശയെങ്കിലും കൊടുക്കായിരുന്നു. ഇവരിങ്ങനെ ചെയ്യണത് ശരിയാണോ? നിയമപാലകരുണ്ട്, വേണ്ട ആൾക്കാരുണ്ട്. ഇവര് മുൻകൂർ ജാമ്യം എടുത്ത് അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കാം. ഇതൊക്കെ ഒരു ന്യായമായ രീതിയാണോ?